വിശാലമായി പരന്നു കിടക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെക്കു പടിഞ്ഞാറെ കോണിലായിട്ടുള്ള കേരളം എന്ന ഇട്ടാവട്ടത്തെ ഫുട്ബോൾ വികാരം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ വികാരത്തിനോട് മുഴുവനും കിടപിടിക്കാൻ മാത്രം ശക്തിയുള്ളതാണ്. പക്ഷേ ആ വികാരം എപ്പോഴൊക്കെയോ ആരൊക്കെയാലോ അടിച്ചമർത്തപ്പെട്ട് ഉറങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ ഉറക്കത്തിൽ നിന്നും കേരള ഫുട്ബോളിന്റെ യഥാർത്ഥ വികാരം സടകുടഞ്ഞെഴുന്നേറ്റ് ഇന്ത്യൻ ഫുട്ബോളിനെ വീണ്ടും പിടിച്ചു മൂടുവാൻ പോവുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പ്രഥമ കേരള സൂപ്പർ ലീഗിന്റെ കോളിളക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ കേരള ഫുട്ബോളിന് ഇന്ത്യൻ ഫുട്ബോളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ആ പ്രതാപം വീണ്ടെടുക്കാനുള്ള സകല തയ്യാറെടുപ്പുകളും കേരള ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ പോലും കേരള സൂപ്പർ ലീഗ് അധികൃതരുടെ നടത്തിപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഫുട്ബോളിന് മാത്രമായിട്ട് 3 എക്സ്ക്ലൂസീവ് സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കപ്പെടാൻ പോവുകയാണ്. നമ്മുടെ സൂപ്പർ ലീഗ് കേരള അതോറിറ്റിയുടെ ഭാഗമായിട്ട് കൊച്ചിയിലും മലപ്പുറത്തും അവർ സ്വന്തം എക്സ്ക്ലൂസീവ് ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുന്നു. അതുകൂടാതെ അദാനി ഗ്രൂപ്പിന്റെ ഇൻവെസ്റ്റ്മെന്റോട് കൂടിയിട്ട് തിരുവനന്തപുരം കൊമ്പൻസ് FC തിരുവനന്തപുരത്തും ഒരു പുതിയ സ്റ്റേഡിയം നിർമ്മിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫുട്ബോളിന് വേണ്ടി മാത്രമായിട്ടുള്ള എക്സ്ക്ലൂസീവ് ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾക്ക് ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ നിന്നും ഉടനടി കേരള സൂപ്പർ ലീഗിന് ശേഷം മാത്രം 3 എക്സ്ക്ലൂസീവ് ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ വരുമ്പോൾ ഇത് വളരെ വലിയൊരു കാൽവയ്പാണ്. വീണ്ടും ഇന്ത്യൻ ഫുട്ബോളിന്റെ യഥാർത്ഥ ഗേഹമായി കേരളം എന്ന കൊച്ചുദേശം